ആംബുലൻസ് കോർ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ജോഹന്നാസ്ബർഗിലെ ഗാന്ധിജിയുടെ ഓഫീസിന്റെ 4 ചുമരുകളിൽ 4 മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവ ആരുടേതൊക്കെയാണ്? ഉത്തരം റാനഡെ, ആനി ബസന്റ്, ലോർഡ് ക്രൈസ്റ്റ്, ഹണ്ടർ. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച യങ് മെൻസ് മുഹമ്മദൻ അസോസിയേഷന്റെ നിയമാവലി എഴുതിയത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഏത് വർഷമാണ് ഗാന്ധിജി ട്രാൻസ്വാളിലെ സുപ്രീം കോടതിയിൽ വക്കീലായി എൻറോൾ ചെയ്തത്? ഉത്തരം 1903. ട്രാൻസ്വാളിൽ ഗാന്ധിജി ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം? ഉത്തരം 1903. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം തുടങ്ങിയ വർഷം? ഉത്തരം 1903 ജൂൺ 4. എവിടെ നിന്നാണ് ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത്? ഉത്തരം ഡർബനിൽ. ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് സംഘടനയുടെ ഭാഗമായാണ്? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയോട് ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം തുടങ്ങാൻ ശുപാർശ ചെയ്ത വ്യക്തി ആരായിരുന്നു? ഉത്തരം മദൻജി എന്ന പ്രസുഡമ്മ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ഏതൊക്കെ ഭാഷകളിലാണ് പുറത്തിറക്കിയത്? ഉത്തരം ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, തമിഴ്. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപൻ ആരായിരുന്നു? ഉത്തരം മൻസുഖ് ലാൽ നാസർ. ഇന്ത്യൻ ഒപ്പീനിയൻ പത്രത്തിന്റെ നടത്തിപ്പിൽ ഗാന്ധിജിക്ക് 1904 എത്ര രൂപയാണ് നഷ്ടം സംഭവിച്ചത്? ഉത്തരം 26,000 രൂപ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന സമരം പുറം ലോകം അറിഞ്ഞത് ഗാന്ധിജിയുടെ ഏത് പ്രസിദ്ധീകരണത്തിലൂടെയാണ്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്നും പ്രചോദിതനായി ഗാന്ധിജി ഡർബനിൽ തുടങ്ങിയ സ്ഥാപനം? ഉത്തരം ഫീനിക്സ് സെറ്റിൽമെന്റ്. ഫീനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ച വർഷം? ഉത്തരം 1904. എവിടെയാണ് ഫീനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ചത്? ഉത്തരം ഡർബന് സമീപം. ഫീനിക്സ് സെറ്റിൽമെന്റിൽ മാസാന്ത അലവൻസായി ഓരോ അംഗത്തിനും നിശ്ചയിച്ച തുക? ഉത്തരം 3 പൗണ്ട്. ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ ഗാന്ധിജിയെ സഹായിച്ച സുഹൃത്തുക്കൾ? ഉത്തരം ആൽബർട്ട് വെസ്റ്റ്, റെവറൻ ജോസഫ്, ജെ ഡോക്ക്, ഹെൻറി എസ് എൽ പൊളാക്ക്. ഇന്ത്യക്കാരെല്ലാവരും പേര് രജിസ്റ്റർ ചെയ്ത് വിരലടയാളം പതിപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കണമെന്ന നിയമം ഗവൺമെന്റ് പാസാക്കിയിരുന്നു. എന്താണ് ആ നിയമം? ഉത്തരം ഏഷ്യാറ്റിക് ലോ അമെൻമെന്റ് ഓർഡിനൻസ്. ഏഷ്യാറ്റിക് ലോ അമെൻമെന്റ് നിയമം ഗവൺമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം 1906. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം? ഉത്തരം 1906 ദക്ഷിണാഫ്രിക്കയിൽ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരിപാടി എത്ര കാലം നീണ്ടു നിന്നിരുന്നു? ഉത്തരം 8 വർഷം. ജോഹന്നാസ്ബർഗിലെ 16 വയസ്സുള്ള സത്യാഗ്രഹ ബാലിക ആരായിരുന്നു? ഉത്തരം വള്ളിയമ്മ ആർ മുനുസ്വാമി. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു? ഉത്തരം ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്കു വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ. ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി ഗാന്ധിജി ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്നായിരുന്നു? ഉത്തരം 1908 ജനുവരി 10. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെയായിരുന്നു? ഉത്തരം ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ
ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എത്ര കാലമാണ് ശിക്ഷ അനുഭവിച്ചത്? ഉത്തരം 2 മാസം. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി എത്ര തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു? ഉത്തരം 6. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഏകാന്ത തടവുകാരനായത് എവിടെയായിരുന്നു? ഉത്തരം ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി സംഘടിപ്പിച്ച ദക്ഷിണാഫ്രിക്കയിലെ ആദ്യ ഹർത്താൽ എന്നായിരുന്നു? ഉത്തരം 1908 ജൂലൈ 23. ഗാന്ധിജിയെ 9 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച കോടതി ഏതായിരുന്നു? ഉത്തരം ഡൻഡി കോടതി. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമം ഏതാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാം. ടോൾസ്റ്റോയ് ഫാം ആരംഭിച്ചത് എന്നായിരുന്നു? ഉത്തരം 1910 മെയ് 30. ഗാന്ധിജിയുടെ ടോൾസ്റ്റോയ് ഫാം ആശ്രമത്തിന് സ്ഥലം നൽകിയത് ആരായിരുന്നു? ഉത്തരം കെല്ലൻ ബെക്ക്. ടോൾസ്റ്റോയ് ഫാമിന് വേണ്ടി സത്യാഗ്രഹികളുടെ ആദ്യ സംഘം പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നാണ്? ഉത്തരം 1910 ജൂണിൽ. ഗാന്ധിജി ഉപവാസ സമരം പരിശീലിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാമിൽ. ഗാന്ധിജി അധ്യാപക വേഷത്തിൽ പ്രവർത്തിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാമിൽ. ടോൾസ്റ്റോയ് ഫാമിലെ കെട്ടിടങ്ങളുടെ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം കെല്ലൻ ബാക്ക്. ആദ്യമായി സത്യാഗ്രഹികൾ ടോൾസ്റ്റോയ് ഫാമിൽ താമസിക്കുവാനും ജോലി ചെയ്യുവാനുമായി വന്നത് എപ്പോഴായിരുന്നു? ഉത്തരം 1910 ജൂൺ മാസത്തിൽ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ധർമാശുപത്രി നടത്തിയിരുന്നത് ആരുടെ സാമ്പത്തിക സഹായം കൊണ്ടായിരുന്നു? ഉത്തരം പാഴ്സീസ് ടോംജി. ഗാന്ധിജി നടത്തിയിരുന്ന ധർമാശുപത്രിയിലെ സൗജന്യ ചികിത്സകനായ ഡോക്ടർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ബൂത്ത്. ദക്ഷിണാഫ്രിക്കയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഗാന്ധിജിയെ സഹായിച്ച ഇന്ത്യൻ നേതാവ് ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം ഇംഗ്ലണ്ടിൽ നിന്നും എപ്പോഴായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ വന്നത്? ഉത്തരം 1912. ഗോപാലകൃഷ്ണ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം 1912 ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റും സത്യാഗ്രഹികളും തമ്മിലുള്ള തർക്കത്തിന് മധ്യസ്ഥത വഹിക്കാൻ. ജോഹന്നാസ്ബർഗിലെ ഗാന്ധിജിയുടെ ഓഫീസിലെ ടൈപ്പിസ്റ്റായ ഇംഗ്ലീഷ് വനിത ആരായിരുന്നു? ഉത്തരം മിസ് ഡിക്ക്. ദക്ഷിണാഫ്രിക്കൻ ജയിലിൽ നിന്നും നിബന്ധനകളില്ലാതെ ഗാന്ധിജിയെ വിട്ടയച്ചത് എന്നായിരുന്നു? ഉത്തരം 1913 ഡിസംബർ 18. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സമര നേതൃത്വം വഹിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ജനറൽ സ്മട്സ്. ഗാന്ധിജി ജനറൽ സ്മട്സിന് ചെരുപ്പ് സമ്മാനിച്ചത് എപ്പോഴാണ്? ഉത്തരം ജയിലിൽ കിടന്ന സമയത്ത് ചെരുപ്പുണ്ടാക്കാൻ പഠിച്ചപ്പോൾ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ച സത്യാഗ്രഹ പരിപാടിയുടെ അവസാനം ജനറൽ സ്മട്സുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ക്രമേണ സത്യാഗ്രഹികളെ വിട്ടയച്ചത് എന്നു മുതൽക്കായിരുന്നു? ഉത്തരം 1914 ജനുവരി 21. ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹം സമാപിച്ച വർഷം? ഉത്തരം 1914. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നത് എന്നായിരുന്നു? ഉത്തരം 1914 ജൂലൈ 18. ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ച വർഷം? ഉത്തരം 1915 ജൂൺ 26. കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? ഉത്തരം ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന ഹർഡിഞ്ച് പ്രഭു. കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിന് തിരിച്ചു നൽകിയത് എന്നായിരുന്നു?
ഉത്തരം 1920 ഓഗസ്റ്റ് 2.